അങ്ങനെ കോയാമൂവിന്റെ ശിക്ഷണത്തിൽ ബുൾസൈ വിത്ത് ബ്രെഡ്, മുട്ട പുറത്തു പോവാതിരിക്കാൻ ഒരു ബ്രെഡ് കടിച്ചു കൊടുത്തേക്കുക. കുഞ്ചി വേണ്ടവർക്ക് ആവശ്യാനുസരണം പൊട്ടിച്ചു കൊടുക്കും. ഇതെന്താണ് ബട്ടർ കൂടിയതല്ല, കരിഞ്ഞല്ല. നാട്ടില് വന്നിട്ട് ആദ്യത്തെ ചെറിയ ട്രിപ്പാട്ടെന്ന്, വലിയ ട്രിപ്പില്ല. ആനപ്പിണ്ടം, ദിസ് ഈസ് ആനപ്പിണ്ടം നമ്പർ 1, ആനപ്പിണ്ടം നമ്പർ 2. ഓയ് തന്തേ ഒച്ചുണ്ടാക്കി വരിക, ആന കൊണ്ടുപോയി അറിയില്ല. എൻജോയ് ചെയ്യാൻ വരും, മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പൊ ടാറ്റാ. നമസ്കാരം ഗൈസ്, ഗുഡ് മോർണിംഗ്. നാട്ടില് വന്നിട്ട് ആദ്യത്തെ ചെറിയ ട്രിപ്പാട്ടെന്ന്, വലിയ ട്രിപ്പില്ല. നമ്മളെല്ലാരും കൂടി ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ദിസ് ഈസ് കൊയാമു ദ കോർഡിനേറ്റർ. നമ്മളെ പുതിയ ക്യാമറമാൻ ഉണ്ട്, എൻ്റെ ജിം പാർട്ട്ണർ ഇസാക്ക് ഉണ്ട്. നമ്മൾ ഓടക്കയം വാട്ടർഫാൾസ്, എവിടെ നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ കൂട്ടുകാരൻ അയച്ചെന്നതാണ്. വൺ ഡേഞ്ചറാണ് സ്ഥലം. ഇപ്പോൾ ആനൊക്കെ ഇറങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു നോക്കി കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പോയി നോക്കണം എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ടിക്കി നിറച്ച് സാധനങ്ങളാണ്, ഉള്ള ടേബിളും ചെയറും. അയാളെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളെ കൊട്ടാരം, ചെറൂർ കൊട്ടാരത്തിന്റെ അവിടെ മാറുന്നില്ലേ. ഓടക്കയല്ലേട്ടാ, ഓടക്കയത്തിന് മുന്നേ എന്താണ് ഇതിന്റെ പേര് പറഞ്ഞത്? അതവിടെ വനം വകുപ്പിന് പോകുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞത്? കൂരൻ എന്താ പറഞ്ഞത്? എത്ര ഒരു പേരൊക്കെ പറഞ്ഞിരിക്കണ ചെങ്ങായി. പള്ളിക്കുന്ന് കൂരങ്കല്ല്. ഉസ്താദിനോട് ചോദിച്ചപ്പോ പള്ളിക്കത്ത് ഉസ്താദ് മാപ്പ് അയച്ചെന്നാണിത്. ഇത് ഓടക്കയത്തിന് മുന്നുള്ള ഒരു ചെറിയ വാട്ടർഫാൾ. സ്ഥലത്തിന്റെ പേര് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓടക്കയം ആദിവാസി വനസംരക്ഷണ സമിതി. കൂരങ്കല്ലല്ലേ ലൊക്കേഷൻ. പൊളി. കുക്കിങ് നടക്കാൻ കുറച്ചുകൂടി വെള്ളമാണ് ചെയ്യുന്ന. അവിടെ പോയോക്ക. ആദ്യം ഓടക്കയത്തെ അവസ്ഥ എന്താന്ന് നമ്മൾ പോയി നോക്കാം, എന്നിട്ട് മതി. ഇവിടെ കാറ്റും ഒന്നുമില്ലല്ലേ. വാട്ടർ ഫ്ലോ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളം പറ്റ കുറഞ്ഞു. തണുപ്പുണ്ടാ വെള്ളത്തിന്? തണുപ്പ് കുറവാ. നീണ്ട് ചെറിയ ചെറിയ മറ്റോട് പറഞ്ഞ ഒരു മോളിയാ, ബ്ലാക്ക് മോളി. ആനകളൊക്കെ എന്താവും അറിയില്ല. ആനെ കൊണ്ടുവരാൻ വന്ന കുങ്കിയാനെ വയനാട്ടിൽ കൊണ്ടുപോയി എന്നാണ് ഉസ്താദ് പറഞ്ഞു കേട്ടോ. 2 കുങ്കിയാന ഉണ്ടായിരുന്നു. 2 ഇപ്പൊ വയനാട് മറ്റേ പുലിനെ പഠിപ്പിക്കാൻ കൊണ്ടുപോയിക്കാണ്. ഇവിടത്തെ ഒക്കെ ആനേനുള്ളു കേരളത്തില്. ഏത് മറ്റേ ആനനെ കൊണ്ടുപോയ ടീമല്ല, അരിക്കൊമ്പനെ കൊണ്ടുപോയ ടീമാണല്ലോ, അരിക്കൊമ്പനെ. അപ്പൊ മിക്കവാറും ഇവിടെ നിന്ന് ഏത് കൊമ്പന ഉണ്ടാവുമെന്നറിയില്ല. ഭാഗ്യം ഉണ്ടേ കാണാം. വയനാട്ടിൽ നിന്ന് നോക്കി ഇറങ്ങാൻ എളുപ്പേക്കാറല്ലേ. നാച്ചുറൽ ഈ സൗണ്ടിലാണ് ശരിക്കും കുക്ക് ചെയ്യണ്ടില്ല. അങ്ങനത്തെ ഒരു സാധനം ചെയ്യണം. അങ്ങനെ കോയാമു നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ കേട്ടാ ആനപ്പിണ്ടം വി സ്പോട്ടഡ്. ദിസ് ഈസ് ആനപ്പിണ്ടം നമ്പർ 1. മണത്ത് നോക്കാനൊന്നും കിട്ടണില്ല, ഒക്കെ ഉണങ്ങിക്കണ്. ആനപ്പിണ്ടം നമ്പർ 2. ആനപ്പിണ്ടം 2 അവിടെ കുറച്ചും കൂടി പുതിയതാണ്. കുറച്ചധികം ലൂസ് ആയിക്കണ ആവശ്യമുണ്ട്. ഇതിവിടെ ഉള്ളിൽ ഇറങ്ങിയാ ഞാൻ അങ്ങോട്ട് പോണില്ല അർത്ഥമില്ല. ഇവിടെ വെള്ളം, ഇവിടെ കുറച്ച് സൗണ്ട് ഉണ്ട്. അതും ഓടക്കാൻ പോയത് ആനപ്പിണ്ടി പുതിയത് ലെയറായിട്ട്. സ്പോട്ടഡ് നമ്പർ 3, ആനപ്പിണ്ടം നമ്പർ 3. ഒരുപാട് പ്രതീക്ഷകൾ തരുന്നു. അപ്പൊ ആന ആണ്ട് കടന്നുണ്ടാവും. അത് ഏത് കാലം അവിടെ ആന കൊണ്ടുണ്ട്. ആകെ മൂഞ്ചിക്കുന്നിട്ടാ. എന്തെങ്കിലും ഓടക്കയത്തൊന്നും വെള്ളം ചെയ്യുന്നുണ്ട്. ആ ഓടക്കയത്തിന്റെ ബോർഡാണ് കിടക്കുന്നത്. ഇവിടെ കുറച്ച് ചെക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പോയോക്ക എന്താവുന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ബോർഡ് ഓടക്കയം വാട്ടർഫാൾസ്. ഒച്ചൊന്നുമില്ലല്ലോ വെള്ളത്തിന്റെ. എന്താ നമ്മൾ ഈ സാധനമായിട്ട് എങ്ങനെ കണ്ടു പോവാ? ഓയ് തന്തേ ഒച്ചുണ്ടാക്കി വരിക, ആന കൊണ്ടുപോയി അറിയില്ല.
എവിടെ ഇതിൽ കൂടി എങ്ങനെ ടേബിളൊക്കെ എടുത്ത് കണ്ട് വരിക? അല്ല ഇങ്ങോട്ടല്ല, ഞങ്ങളെ ബാക്കിലൊരാളും കൂടി ഉണ്ട്. എവിടെ ആള്? വയസ്സങ്കാക്ക ഉണ്ടായിരുന്നല്ലോ, ആന ഉണ്ടോയാ? പിന്നെ ശരി മണ്ണറിയണ്ടേ ഒരു നാട്ടിൽ കറങ്ങുമ്പോ. യൂട്യൂബ് നമുക്ക് കത്തിക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ ഓടക്കയം. നമ്മൾ എത്തി ഗൈസ്. വേണമെങ്കിൽ കുക്കിങ്ങിന് അവിടെ സ്ഥലം ഉണ്ട് കേട്ടോ. എവിടെ കാക്ക നിങ്ങളെ കാണാനില്ലല്ലോ, നിങ്ങളാണ് ഈ കാത്തിക്കണത്. നിങ്ങൾ ജിമ്മാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടന്നുതരാൻ വെജ് ഞങ്ങൾക്ക് രസമുണ്ട് കേട്ടോ. പക്ഷെ വെയിലടിക്കണോണ്ടേ നല്ല പച്ചപ്പുള്ള സ്ഥലം. വൈകുന്നേരത്തിനൊക്കെ നല്ല രസമുണ്ടാവും. മീനൊക്കെ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. കമോൺ, വെൽക്കം വെൽക്കം. അയ്യോ ബേബി സെറ്റാക്കിട്ടാ. ടേബിള്, ചെയറ്, ചായ ഉണ്ടാക്കണം. ഫസ്റ്റ് ചായ പരിപാടി തുടങ്ങി. ഞങ്ങൾ ഇവിടെ തന്നെയാണ് സെറ്റാക്കി. ഏത് കാക്കാൻ്റെ കട്ടൻ ചായ? ഇത് സുലൈമാനി. ബ്രെഡ് എടുത്താ? ബ്രെഡ് ഇതിട്ടോ ഏലക്കായിട്ടോ? ഏലക്കായിട്ട ചായ. ഏലക്കായ് പട്ടി എല്ലാം കൂടി ഇട്ടല്ലേ അപ്പൊ നീ കട്ടഞ്ഞാൻ ഉണ്ടാക്കേണ്ടി വരും. ഏലക്ക ആകെ മൂന്നുള്ളത് ഇതില്. ഏലക്കായിട്ടോ? ഇത് വെക്കണ്ടട്ടാ. അത് പൊടി ഇട്ടിട്ട് തിളക്കുമ്പോൾ അതിൻ്റെ വെളിപ്പെടുക്കല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന യൂട്യൂബ്, ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും കൂടി നമ്മൾ ആകെ കൺഫ്യൂഷനാണ്. ഏതായാലും നമ്മൾ ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. പിന്നെ നൗഷിഖാന്റെ നേതൃത്വത്തിൽ കോയാമു കോർഡിനേറ്റർ ഞങ്ങള് ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഇനിയിപ്പോ എന്തായി, റമദാൻ ആവാനായി. നേച്ചർ ആസ്വദിച്ച് ഞങ്ങളിന്ന് കുറച്ച് കുക്ക് ചെയ്ത് ഈ വെള്ളത്തിലൊന്ന് നീന്തി കുളിച്ച് റിലാക്സ് ആയിട്ട് പോകും. ലൈറ്റ് മതിട്ടാ. അത് ഇവിടെ കുറക്കണേ കുറച്ചാള്. അതിന്റെ ചെറിയ തള കളിച്ചാൽ കയ്പ് വരില്ല. ചായപ്പൊടിന്റെ കയ്പ് ലൈറ്റ് മതി. ലൈറ്റ് മതിട്ടാ. നമുക്ക് ആ ഗ്ലാസ്സിൽ വയ്ക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ കാണാം. ഓക്കെ, ഇപ്പൊ സെറ്റ് ആവും. ഇപ്പൊ സെറ്റ് ആവട്ടാ. ഇത് കുടിക്കേണ്ട കട്ടനാണോ? മിൽക്ക് എന്തെല്ലാം സാധനം പൊരിയാവൂല്. കോയാമ കൊടുത്ത ഗ്ലാസ്സാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. മണം വരുന്നുണ്ട് കേട്ടോ. എന്താ മണം? ആണോ? ഇങ്ങനെയുണ്ടല്ലോ സാധനം ഉണ്ടല്ലോ. മധുര ഇളക്കിരിയല്ലോ. മുന്തിരി മുന്തിരി ചായപ്പൊടി അധികം കേട്ടോ. കൊലച്ച് നിൽക്കുന്ന പച്ച മുന്തിരി ഇല്ലേ? കസ്റ്റാർഡ് അല്ലാതെ നമുക്ക് അവിൽ മിൽക്ക് ഉപയോഗിക്കാം. ശരി കേട്ടോ. അത് മിക്സ് ചെയ്താൽ പോരാ. അത് മിക്സ് ചെയ്താൽ പോരാ. ഫ്രൂട്ട് അവിൽ മിൽക്കായി. പഴ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഉടക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടോ നോക്കാം. അതാ കാക്ക ആദ്യമായി എന്നല്ല, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഓ യോയ ബേബി യോയ. സെക്കൻഡ് ക്യാമറമാനും തമ്പില്ല. ആയി വാ, അത് മതി. കായ് മുതലായി. ഇൻഡോമി നൂഡിൽസ് അവണി ഉണ്ടാക്കിയിട്ട് നമുക്ക് ബുൾസൈൻ്റെ മേലെ വെക്കണേ വെക്കാം. പ്ലേറ്റ് ഉണ്ടല്ലോ, എല്ലാ സജ്ജീകരണങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒന്ന് ഫുൾ സെറ്റപ്പ്. അതാ കൊയാമു നൂഡിൽസ് മേക്കർ. ഇൻഡോമിൻ്റെ സ്പെഷ്യൽ ചിക്കനാ. ഏതാ വാങ്ങിക്കണേ? സ്പെഷ്യൽ ചിക്കൻ ഇൻഡോമി. രണ്ടാൾ ഇറങ്ങിക്കണം കേട്ടോ. ഓയ് ഏതാ സീനറി ഒക്കെ നിങ്ങൾ? സാക്കം സി ജിം പാർട്ട്ണർ.
അതാ കൊയാമു തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇടുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ഷോട്ട് മോനെ കഴിഞ്ഞിട്ടില്ല നീണ്ടാ 5 ബോട്ടിലുണ്ട്. ഓഹോ അപ്പടിയാ സേക്കൽ പറ എന്തായി ഏറെക്കുറെ റെഡി അയച്ച് പെപ്പറും കൂടിയാണ് ഇട്ടിട്ട്. പെപ്പറൊക്കെ ഉണ്ടോ? അന്യകൃത വസ്തുക്കളൊക്കെ ഇടണ്ടോ? പെപ്പറൊന്നും അതിൽ ഇല്ലാത്താട്ടാ, എൻ്റെ പോളിസി പറയാത്ത സാധനങ്ങളാ. ഇവിടെ എന്താ മുട്ട കഴിക്ക പുതിയ പരിപാടിയാണല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചത് ശരിയാ മുട്ട കഴിക്കാണ് പറഞ്ഞപ്പോൾ എന്ത് സംഭവം വിചാരിച്ചു. ആന ഞങ്ങളാ ബോസ് ഇവിടെ വെക്കുമ്പോ ഏത് ആന ഇറങ്ങണ ഇവിടെ? എന്റെ ക്യാമറ ഇങ്ങനെ മാറ്റില് ഒരു 1.5 ആന ഇവിടെ ഇങ്ങനെ വെക്കുമ്പോ കിട്ടൂല. എന്താ മുട്ടമ്മ കളിക്കുന്ന ഒരാള് മുട്ടായിട്ട് സാക്കിന്റെ വീക്ക്നെസ് തന്നെ. നിങ്ങളെവിടെയാണ്? ഓ പർച്ചേസ് നീ കൂപ്പർ കാര്യമായിട്ട് ഏതോ വീട്ടിനെ പീഞ്ഞിക്കണ്. ആയിക്കോട്ടെ എന്നാ ഏതോ നമ്മളാ ഔലും പൊരിയൗലും നല്ല പഴക്കാണ് ചതച്ചിട്ടിരുന്നത്. മൈസൂർ പഴം പാല് പൊട്ടിച്ചണോ? ഈ പാല് മതിയാ? ഔല് തണുത്തതല്ല, ഔല് കഴിക്കാൻ നേരത്തിടാൻ പാടുള്ളൂ. ഇതിൽ കുതിർന്നു, പൊരിയൗലിന്റെ ഫീല് പോയി. അല്ല ഇതിടാ സാധനം ഫ്രൂട്ട് ഔലിമിൽ കഴിക്കണ്ട. ഫ്രൂട്ട് ഔലിമിൽ രസമുണ്ട്. വായി വാ ആ പൊരി വരണം, അപ്പോഴേ ടേസ്റ്റ് ഉള്ളു. വായി ഞാൻ പൊരിച്ചതും കണ്ടിയാണ് ഞാൻ കുട്ടികളായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാത്രമാക്കിയിട്ട് ഒരു 100 റുപ്യക്കാണ് വിറ്റാല. ട്രിപ്പിന്റെ കാര്യം പോരും. അവിടെ പോയിട്ട് പാത്രത്തിൽ നൂഡിൽസ് 500 റുപ്യ ഒരു പ്ലേറ്റ്. ഭയങ്കര ടേസ്റ്റ്. ചൂടില്ലേ? ചൂട് ഉള്ളു അണക്ക് ഇല്ലല്ല അങ്ങനെ ഒന്നണ്ട. ഇങ്ങനെ കൈയിട്ട് നല്ല രസം കിട്ടുള്ളൂ. അല്ല ലോക നായിണല്ലോ. അത് കിട്ടി ഞാൻ വീഡിയോയില് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല രസമുണ്ട്. അറിയില്ലേ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാം, നല്ല രസമുണ്ട്. കൈയിട്ട് തൊള്ളി കിട്ടൂടി പിന്നെ ഒക്കെ നമ്മൾ തന്നെയല്ല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണ്ട, ഭയങ്കര ചൂട് ജാസ്തി ബായി എവിടെ എങ്ങനെ ബാക്കി ചാക്കിന് കൊടുത്തെങ്കിൽ അത്രേ ഉള്ളൂ. നാളെ വെയിലത്തിട്ടാ കാല് വെച്ച് മാറിയില്ല. ഓ പള്ളൊക്കെ ഇറങ്ങിയപ്പോഴാണ് തണുപ്പറിയണത്. ചെങ്ങായി മുങ്ങിയാല് നല്ല ക്ലീൻ ഇതാണ് യൂട്യൂബാണ്. യൂട്യൂബ് അത് ഞാൻ കയറി പോണപ്പോ മറ്റാള് മെസ്സേജ് 2 സീസൺ കലോത്സവം ഇവിടെ പോയപ്പോഴേ ആരെങ്കിലും ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം. പൂത്ത പണച്ചാക്കാണ്. പണം പൊന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ ആ പ്രശ്നമില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് പിന്നെ നല്ല പിന്നെ സ്വന്തമായിട്ട് കോസ്മെറ്റിക്സിന്റെ പരിപാടി ഉണ്ട്. അത് കണ്ടപ്പോ ഓൽക്ക് വേണ്ടിയത് നല്ല തണുപ്പുണ്ട് കേട്ടോ, കിടിലം തണുപ്പ്. ലൊക്കേഷൻ നമ്മള് പറയില്ല.
നമ്മൾ പറഞ്ഞുതരില്ല. ലക്ഷങ്ങൾ പറഞ്ഞില്ല. വെള്ളം കലങ്ങിയില്ല കുറച്ച് ഒരു ട്രിപ്പ് കൂടി വരാണ്ട് എന്നിട്ട് വെളിപ്പെടുത്തു ഇല്ലേ? വെള്ളം കലങ്ങി. ചായ ഉണ്ടായില്ലേ? ഞാൻ കുറ്റിക്കണു. ആ പാത്രം ഒഴിവാക്കിട്ട് ബാക്കി പാല് വെച്ചിട്ടാ. പാല് ഫുള്ളതിൽ വെച്ചിട്ട് അമ്മ മൂടി വെച്ചാണ്ട് അമ്മ വെച്ചാളാ. ആവും പ്രശ്നമാക്കി. അങ്ങനെ കോയാമൂവിന്റെ ശിക്ഷണത്തിൽ വീണ്ടും ഞങ്ങൾ ഏതാണ് ബുൾസൈ വിത്ത് ബ്രെഡ് ടോസ്റ്റ്. കാക്ക പറയൂ അഭിപ്രായം. മാരക ടേസ്റ്റ് അല്ല ബുൾസൈ ഉണ്ടാക്കാൻ. എന്റെ മോനെ ബിള് പറയണതാ. ദുബായിലെ പുതിയ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് എന്റെ സ്ട്രക്ചർ ഉണ്ടാക്കി. അതായത് മുട്ട പുറത്തു പോവാതിരിക്കാൻ ഒരു ബ്രെഡ് തടി വെച്ച് കൊടുത്തേക്ക. തടി വെച്ച് കൊടുത്തേക്കിട്. ചായ കട്ടൻ സുലൈമാനി ഫുൾ സെറ്റപ്പ്. കുഞ്ചി വേണ്ടവർക്ക് ആവശ്യാനുസരണം പൊട്ടിച്ചു കൊടുക്കും. കുഞ്ചിയൊക്കെ പൊട്ടിച്ചു കൊടുക്കണ ഇങ്ങനത്തെ ഒരു ഷെഫ് ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടുക്കണ. മാരക വൈബാണ്, ഒന്നും പറയാല്ല. ഇതെന്താണ് ഒരു മിനിറ്റാ. ബട്ടർ കുറച്ച് കൂടി. ബട്ടർ കൂടിയതാട്ടല്ല, കരിഞ്ഞല്ല. എങ്ങനെ ആ കയ്യേറ്റ് കണ്ണും ഇങ്ങനെ ഇതാക്കിയതാ. രണ്ട് കണ്ണും നീറിയിട്ട് നിക്കാൻ പറ്റും. ആ കുടുങ്ങിന്ന് പറഞ്ഞാൽ വെള്ളത്ത് പൊട്ടഞ്ഞു. ഇസാക്കാണ് അടുത്ത് ഉണ്ടാക്കണല്ല. ഇസാക്ക് കാര്യമായിട്ട് ഉണ്ടാക്കിയെന്ന് കോയമൊയില് സ്പെഷ്യൽ പൊരിയവിലൊക്കെ ഇട്ടിക്കണ്. ഇസാക്ക് അങ്ങനെ സൂഹിക്കണ്ട. എവിടെ എന്റെ കണ്ണ് നീർന്നടോ. സ്ഥലം കണ്ടില്ലേ? നാച്ചുറൽ എൻജോയ് ചെയ്യാൻ വരും. മാക്സിമം എൻജോയ് ചെയ്യാം. പറയണത് കേൾക്കുന്നുണ്ടോന്നും അറിയില്ല. ഭയങ്കര സൗണ്ടാണ്. ലൊക്കേഷൻ പറയില്ല. പറഞ്ഞ ഓടക്കയം. അപ്പൊ ടാറ്റ. ഫോട്ടോ എടുക്കണേ പോരല്ലേ?